നല്ല രസമുണ്ടല്ലേ? നല്ല എൻജോയ്മെന്റ് ഒന്നും പറയാൻ പറ്റൂല. ഇപ്പൊ കുറേ ദിവസമായിട്ട് നടത്താൻ വിചാരിച്ച ഒരു പ്ലാൻ നടപ്പിലാക്കുന്ന ദിവസമാണ് കേട്ടോ. അതായത് നമ്മളെ ഈ ഒരു കുഞ്ഞടുക്കള ഒരിക്കൽ മേക്ക് ഓവർ ചെയ്ത് തരുന്നത് നമ്മളെ വർക്ക് ഏരിയ കേട്ടോ. വർക്ക് ഏരിയ നമ്മൾ അടുക്കള ആക്കിയതായിരുന്നല്ലോ. അപ്പൊ ഇവിടെയൊക്കെ ഫ്രൂട്ട്സിന്റെ ചിത്രങ്ങളിലെ ടൈൽസും ഒക്കെ ആയിരുന്നു കേട്ടോ. അതേപോലെ ഈ ഒരു ഭാഗത്തും ഒക്കെ. അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ടും അടുത്തിരുന്നത് ഒരു ഓൾഡ് ഫാഷനും ആയിരുന്നു. അപ്പൊ ടൈലൊക്കെ ഫാഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് കുത്തിപ്പൊടിച്ച് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചതായിരുന്നു കേട്ടോ. ഇത് ഈ വാൾപേപ്പർ എനിക്ക് നല്ല ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറെ കഴിഞ്ഞപ്പോൾ ഇതൊന്ന് മാറ്റണം. കാരണം വാൾപേപ്പർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാറ്റാലോ. അപ്പൊ ഞങ്ങൾ പുതിയ വാൾപേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. കാട്ടു നമ്മ കാണിച്ചെടുക്കട്ടെ അടുക്കളയിലൊട്ടിക്കാൻ. അയ്യോ തായോ ഇതാ ഇങ്ങനത്തെ ഒരു ബ്രിക്ക് സ്റ്റൈൽ ആക്കാനാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷനും കൂടെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ. കീറിയോ? അപ്പോഴത്തേനും യാമിക്കുട്ടി റോള് കീറിട്ടോ. ഒട്ടിക്കാ. പിന്നെ ആകെ കടക്കടച്ചു വന്നിട്ടില്ല, ആകെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഒട്ടിക്കലിന്റെ ഉസ്താദാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പോരാ അതെ, സദറുസ്താദാ. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബ്രിക്ക് ഡിസൈൻ ഇപ്പൊ നല്ല രസമുണ്ടല്ലോ. ഇനി ഇത് ഇട്ട എന്താവുന്ന ഒരു ഡാർക്ക് കളറാണ്. നമ്മളെ ടോട്ടലി ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഇതുമാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഉണ്ടാവല്ലേ ടോട്ടൽ ചേഞ്ച്, അതാണ് ഉദ്ദേശം. സെയിം പിച്ച് എൻ്റെ ഡ്രസ്സും. അതെ, എന്നും അടുക്കളയിൽ ഈ ഡ്രസ്സ് മാത്രം ഇപ്പൊ അവിടെ കുറച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 1.5 വർഷമായിട്ടുണ്ടാവും ഒട്ടിച്ചിട്ട്. ഇപ്പൊ ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് ഇതിമ തന്നെ ഒരു പശയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാതെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. സിങ്കിന്റെ അടുത്തായിട്ടും കൂടി. കാരണം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിപ്പോ വെള്ളം നനയുന്നിടത്തൊക്കെ ഒട്ടിക്കാൻ പറ്റുമോന്ന്. കടലിൽ കൂടെ കപ്പൽ പോണ മാതിരിയാ. എന്ത് വെള്ളത്തിൽ കൂടെ കടന്നിട്ടാണ് കളിക്കുന്നത്. കുഴപ്പമില്ലാന്നാ പറയുന്നത്. പറിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അടുക്കളയ്ക്ക് വേണ്ടിട്ട് ഇത് മാത്രമല്ല, വേറെ കുറച്ച് സാധനം കൂടെ മേടിച്ചിട്ടുണ്ട്. പുതിയ ചട്ടികളും കുറച്ച് പാത്രങ്ങളും കുറച്ച് കുപ്പികളും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോമ്പിന്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങളാണ് കേട്ടോ. അതായത് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒട്ടിക്കൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ കഴിയും, പക്ഷെ പറിച്ചെടുക്കൽ കുറച്ച് ടാസ്ക് ആക്കാറ്. ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം കിട്ടും. അതുകൊണ്ടൊന്ന് പറിച്ചെടുത്ത് നോക്കി നോക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കണം. പോരണൊക്കെ ഉണ്ട്. പറിക്കലുണ്ടല്ലോ ഭയങ്കര ടാസ്ക്കാണ്. അന്ന് പിന്നെ യാമിക്കുട്ടിക്ക് ഉറക്കം വന്നു, ഞങ്ങൾക്ക് ഉറക്കം വന്നു, അങ്ങനെയൊക്കെ ആയിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. ഈ ഭാഗത്തൊന്നും പറിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, അതിന്റെ മുകളിൽ കൂടെ ഒട്ടിക്കാണ്. കാരണം അത് അടുത്തുനിന്നല്ലാത്ത കാരണം ആ ചുളുങ്ങിയാലും അത്ര അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ബബിൾസ് ഒക്കെ വന്നിട്ട് ആകെ വൃത്തിയേടാവും. എല്ലാവരും ചോദിക്കലുണ്ട് ഇത് പറിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവോ, വൃത്തിയേടാവോ എന്നൊക്കെ. പറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പക്ഷെ അങ്ങനെ ചൂടാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ഹീറ്റർ വെച്ചിട്ടൊക്കെ ആക്കും. അതിന് വയറുതൊക്കെ നീട്ടി പിന്നെ അത് അത്രയും കറണ്ടൊക്കെ ചിലവാക്കും. അപ്പൊ ഞങ്ങൾ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ടാണ് ഇത് ഇങ്ങനെ പറിച്ചെടുത്തത് കേട്ടോ. പക്ഷെ ചുമര് പഴയ പോലെ തന്നെ ഉണ്ടോ പറഞ്ഞാൽ ഇതിമ്മ ചെറിയൊരു പശ ഉണ്ട് കേട്ടോ. ഈ പശ നമ്മൾ ജസ്റ്റ് സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരുത്തി കഴിഞ്ഞാൽ കമ്പിച്ചേരിട്ട് വരുത്തി കഴിഞ്ഞാൽ അത് പഴയ പോലെ ആവും കേട്ടോ ചുമരൊക്കെ. പക്ഷെ പറിക്കല് കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയുടെ ലുക്ക് മാറ്റുന്ന ദിവസമാണ് കേട്ടോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇനി ഇവിടുന്ന് മാറ്റാൻ പോവുകയാണ്. ഇനി ഇത് ഇതേപോലെ ആവില്ല കേട്ടോ. ഒന്നുമല്ല, ഞങ്ങളെ പഴയ ഈ ബോട്ടിലൊക്കെ മാറ്റുന്നുണ്ട്. അതൊക്കെ ആകെ ഇങ്ങനെ കേടം നിൽക്കണം. അതുപോലെ എനിക്ക് വേറെ ബോട്ടിൽ വേണം ഈ മരത്തിന്റെ ലിഡുള്ളത്. അടുക്കളയ്ക്ക് ഡെയിലി യൂസിന് പറ്റൂല എന്നൊക്കെ വെച്ചിട്ട് ഇതൊക്കെ മാറ്റണം. ഞങ്ങളുടെ രണ്ടാമത്തെ വീക്കെൻഡ് ആണല്ലേ. രണ്ടാമത്തെ വീക്കെൻഡില് ഈ ഒരു അൽക്കുലത്ത് പണിയാണ് ഞാൻ ഇക്കാക്ക് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പക്ഷെ എനിക്ക് എൻജോയ്മെന്റ് ആണ്. ഇക്കാക്ക് എൻജോയ്മെന്റ് അങ്ങനത്തെ പണികളൊക്കെ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു എൻജോയ്മെന്റ് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. പിന്നെ എൻജോയ്മെന്റ് ഒന്നും പറയാൻ പറ്റൂല. കസേര ഇങ്ങോട്ട് വെക്കുമ്പോ അടുക്കളന്ന് മാറണം. കാര്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇവിടെ കുറെയൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്ന് ഓള് പറഞ്ഞോണ്ടല്ല എനിക്ക് കൂടി പറയണം. കാരണം ഞാനും കൂടി ആ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. അപ്പോ പറിക്കല് ബുദ്ധിമുട്ടാണ്, ഒട്ടിക്കലല്ല സുഖമാണ്, പറിക്കല് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആരും ഇതേമാതിരി ഒട്ടിക്കുറിച്ച പറിക്കാൻ നിൽക്കേണ്ടതല്ല. പറിക്കലൊക്കെ ഈസി ആണെങ്കിൽ, അതായത് ഞങ്ങളെ പോലെ ഉള്ളവർക്കൊക്കെ ഒട്ടിക്കാം. അതായത് പണ്ടൊക്കെ നമ്മൾ വീട്ടിലെ അടുക്കളയിലൊക്കെ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് കൊളായാൽ പതുക്കെ ആരും കാണാതെ കൊണ്ടുപോയിട്ട് ഇടും. അങ്ങനത്തെ ഒക്കെ ഇതുകളൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അങ്ങനെ ഒട്ടിക്കുമ്പോഴും പറിക്കുമ്പോഴും ഇതാക്കുമ്പോൾ ചോദിക്കാനും പറയാനും കുറ്റം പറയാനും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും പറ്റൂല. ഞങ്ങളെ പോലെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണേ, അതേപോലെ ഇതേപോലെ പോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പറിക്കാം. നമ്മളിങ്ങനെ 2 ആൾക്കാരും 3 ആൾക്കാരും മാത്രമേ ഉള്ളൂവെച്ചെങ്കിൽ പറിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന ഫാമിലിയിലാണെങ്കിൽ
ഉണ്ട് പറിക്കരുത് ഒട്ടിക്കാനല്ലേ നിൽക്കരുത് പിന്നല്ലേ പറിക്കല്. കാരണം നമ്മളെ കണ്ടിട്ട് ഓരോ ഒട്ടിക്കുക പോലെ ഓരോ നല്ല എളുപ്പത്തിൽ പറിച്ചു എളുപ്പത്തിൽ ഒട്ടിച്ചു അങ്ങനെ പറയാം. അതുകൊണ്ടാട്ടോ പറയുന്നത്. അതുകൊണ്ടാ പറയണത് വളർന്നല്ല അല്ല നിങ്ങൾ ഒട്ടിക്കുക പറിക്കുക എന്താ ചെയ്തോളി. പക്ഷെ നമ്മള് ഇല്ല സംഗതികൾ പറയണം. അപ്പൊ ഒരു തലക്കന്ന് ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറയും ഓളിപ്പത് ഒട്ടിക്കാൻ കണ്ടൊരു സമയേ ഇനിയിപ്പോ അത് പറിച്ചാൽ കിട്ടണമെങ്കിൽ 10 ആള് വേണം അല്ലെങ്കിൽ 10 ദിവസം മെനക്കണം ഇത് കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പറയണം. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് പറിക്കാതെ അല്ലേ നമ്മളിപ്പോ ഏതായാലും ഇത് ഇനിയിപ്പോ പറിക്കില്ല നമ്മ ഇനിയിപ്പോ നമുക്ക് ഒഴിവില്ല സമയം. കാരണം ഇക്ക എന്നോട് പറയാണേ ഓളൊരു ഒലക്കലൊരു ഞാൻ ഇത്ര ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിക്ക ഇന്നെ കിട്ടൂലാന്ന്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയാൻ കാരണം. ഒട്ടിക്കല്ലേ അപ്പൊ ഉദ്ഘാടനം ഞാൻ തന്നെ കയറാം അല്ലേ? കേറാം. അല്ല കേറുമ്പോ നമ്മളെ അടുപ്പാണ് കേട്ടോ ഇവിടെ. ഞങ്ങളോട് വരാൻ പത്രിക ആദ്യം മെയിൻ ഇജാണ് ആദ്യം വരേണ്ടത്. ഇതിന്റെ ആ അറ്റം കൂട്ടിമുട്ടിക്കല് രണ്ടറ്റം കൂട്ടിമുട്ടിക്കല്ലേ? ഒരറ്റം കൂട്ടിമുട്ടിക്കണ ആളുകളാണ്. രാമിക്കുട്ടി ഉറങ്ങാണ് കേട്ടോ. രാമിക്കുട്ടി എവിടെയായിരിക്കണ്ടാവും. ഇത് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റൂല കാരണം ഈ ഡിസൈൻ ഇങ്ങനെയല്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ മതി കേട്ടോ ഇതിന്. അല്ല ഒരറ്റം കൂട്ടിമുട്ടിക്കണോ? അല്ല ഒരറ്റം വലിക്കാനേ ഞാൻ വരാം. സംഗതി പൊളിക്കോട്ടോ. ഈ സാന്റിമെന്റ് തൊട്ടരുത് കേട്ടോ. സ്ലിപ്പായി. ഞങ്ങളെ 3 വരി ഇഷ്ടിക പടുത്ത് കഴിഞ്ഞു കേട്ടോ. 3 പേപ്പർ. രസം ഉണ്ടെന്ന് തോന്നണ കേട്ടോ. പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു പറയണം കേട്ടോ. ഞാൻ വിഷമിപ്പിക്കരുതേ. പറഞ്ഞിഷ്ടപ്പെടിപ്പിക്കണല്ലേ അയിമക്കല്ലേ? ഇന്നൊക്കെ തട്ടി മാറ്റി ഒറ്റയാൾ പോരാട്ടാണ് കേട്ടോ. കക്ക് താഴത്തെ ചുമതല കൊടുത്തിട്ടാണ്. ഇവിടെ ഇങ്ങനെ ജോയിന്റുകളാണ്. നമുക്ക് ഇവിടെ വെട്ടാല്ലേ? നമ്മൾ ബ്രിക്ക് ഒരു വിധം ഒട്ടിച്ചിട്ടോ. നല്ല രസം കേട്ടോ കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് യാമിക്കുട്ടി ഒന്ന് ചോദിച്ചിട്ടോ. അതൊക്കെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. ഓള് വന്നാലേ ഈ കോലാഹലങ്ങളൊക്കെ കണ്ട് ഓൾക്ക് പുലി വക്കരി ഒക്കെ കൂടെ ഒരു തിലക്കൊന്ന് വലിച്ചിടലുണ്ട്. കൊളാക്കിയോ? ഉണ്ടല്ലേ ഈ ബാക്ക്ഗ്രൗണ്ട്. അടുക്കളയിൽ ഇവിടെ ഫാൻ വെച്ചിട്ടോ. ഈ ഫാനില്ലെങ്കിൽ ഇവിടെ നിൽക്കൂല. കാരണം പുറത്തുനിന്നുള്ള ചൂട് അല്ലെങ്കിലേ ചൂടാണ്. പുറത്തുനിന്നുള്ള ചൂടും കൂടെ ഒക്കെ. ഈ ഭാഗത്ത് ഒട്ടിക്കൽ കഴിഞ്ഞു. ഇനി ഞങ്ങള് ഈ പീസാണ് കേട്ടോ ഇവിടെ ഒട്ടിക്കാൻ പോണത്. ഇവിടെ ഒട്ടിച്ചിട്ട് അങ്ങോട്ട് കാണാം. ഒട്ടിച്ച് കാണിച്ചിട്ട് വെറുപ്പിക്കണില്ല. നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അമ്മിക്കുട്ടി നീച്ചു പണി തുടങ്ങി. മതിയോ? മൊത്തത്തിൽ പെയിന്റ് അടിക്കാൻ പറ്റിയ അമ്മി പെയിന്റ് അടിക്കാനാ? അത് അടുക്കള കൊണ്ടുവച്ചാണ്. നല്ല കുട്ടിയാണ്. മൂടോടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെക്കലാണത്. എങ്ങോട്ടാ? ദേ പോണു. കളി ആരംഭിക്കുകയായി. ഇഷ്ടം പോലെ കയ്യിലുകൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടാണ് കയ്യില് ചട്ടകം പോലത്തെ സാധനങ്ങൾ. എന്തായാലും മഗ്‌രിബ് പാകം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ മഗ്‌രിബ് ബ്രേക്ക് എടുത്തേക്കാൻ കേട്ടോ. ഇനി വേഗം ഇതുണ്ടാക്കി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് യാമിക്ക് പഴം കൊടുക്കണം. ഹലോ. അങ്ങനെ ഇതാ നമ്മളെ കിച്ചൻ്റെ ഒട്ടിക്കൽ വർക്കൊക്കെ കഴിഞ്ഞു. ഒട്ടിക്കൽ വർക്കൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി കിച്ചണൊക്കെ എല്ലാവരും നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. ഒട്ടിച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഈ ഒരു ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഓപ്പോസിറ്റ് വാളിൽ ഇതാണ് കേട്ടോ ഒട്ടിച്ചത്. ഈ ലൈനിന്റെ പക്ഷേ എനിക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ നിഴലടിച്ച് കാണാനല്ലേ പഴയ ഫ്രൂട്ട്സ് ഒക്കെ കാണാനുണ്ട്. അത് ഞാൻ വേറെ ആവശ്യത്തിന് മേടിച്ച ഇതായിരുന്നു. അപ്പൊ അതവിടെ പ്രയോഗിച്ചതാണ്. അത് ഇങ്ങനെ നിഴലടിച്ച് കാണുന്നുണ്ട്. ആ ഒരു കുഴപ്പമുള്ളൂ. കിടക്കട്ടെ. 5-6 മാസം കഴിഞ്ഞാൽ ഒന്നും കൂടി മാറ്റണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതാ ഇവിടെയും ഒരു പീസ് വെച്ച് നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഗ്രാനൈറ്റ് ആക്കിട്ടോ. ഗ്രാനൈറ്റിന്റെ ടൈപ്പ് ഷീറ്റ് അത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അത് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിക്കുന്ന സമയത്ത് വെള്ളമില്ലാതെ ഡ്രൈ ആക്കിയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം അയച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഈ തട്ടിലൊക്കെയാണ് ഞങ്ങളെ കുക്കിങ്ങിന്റെ പാത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി അപ്പുറത്താണ് സംഭവം കിടക്കുന്നത്. നിൽക്കണേ എന്റെ ട്രൈപോഡ് അടിച്ചു മാറ്റി പോകുന്നോ?
ഇവിടെയാണ് സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. എല്ലാം ഇവിടെ കൊണ്ടു വെച്ചിക്കുക. ചിലർക്കൊക്കെ ഇപ്പൊ ഇതൊക്കെ കൂടെ കാണുമ്പോൾ അതൊക്കെ കൂടെ ചെയ്യാം അങ്ങനെയുള്ളവരുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അറേഞ്ച്മെന്റ്സ്. ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങനെ കുറെ തുണികള് അല്ലെങ്കിൽ കുറെ പാത്രങ്ങൾ ഇതൊക്കെ ഇങ്ങനെ സ്ഥാനത്ത് വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. സ്ഥാനങ്ങളൊക്കെ മാറ്റി വെക്കണം. തൽക്കാലം ഇവിടെ വെക്കട്ടെ. നമ്മളെ ഫാൻ ഇവിടെ കറങ്ങുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കൂല. ആദ്യം ഇവിടെ വെക്കാം അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം കടയിൽ പോയിക്കാൻ കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു കുക്കറിൽ ചോറ് വെക്കാം. ഇന്ന് ലഞ്ചിന് ഉണ്ടാവില്ല, അതാണ് കേട്ടോ കുഞ്ഞു കുക്കറിൽ വെക്കണം. അല്ലെങ്കിൽ എന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചോറ് ഉണ്ടാവില്ല. ചോറണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി സമയത്തിനനുസരിച്ചിട്ട് ഓംലെറ്റോ അച്ചാറോ കുറെ സമയം ഉണ്ടെങ്കിൽ കൂട്ടാനോ ഒക്കെ ഉണ്ടാക്കി തിന്നാലോ. ഓളെ പതുക്കണ്ട് ഉറക്കി. ഓളൊന്ന് പതിവിലും നേരത്തെ എണീച്ചത്, അതുകൊണ്ട് ചെറിയൊരു കുഞ്ഞിക്കുറുമ്പും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അറേഞ്ച്മെന്റ് ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു തലക്കുന്ന് തുടങ്ങിയാൽ മതി. ഇവിടെ തുടങ്ങുമ്പോൾ ഇതിട്ട് ഈ കൊട്ടെടുത്തു. ഇതിപ്പോൾ എവിടെ വെക്കേണ്ടതെന്നുള്ളത് എല്ലാത്തിനും ഞാനൊന്നും പറയാറില്ലേ, കറക്റ്റ് ലൊക്കേഷൻ വേണമെന്ന്. അങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ വേണ്ട. അപ്പോൾ ഇതെടുത്തിട്ട് ഇത് വെക്കേണ്ട സ്ഥലത്ത് വെക്കുക. ഇവരെ സ്ഥലം ഇവിടെയാണ് ഞാൻ വെക്കല്. അപ്പം ഞാൻ കൊണ്ടുവച്ചത് ഇതിൻ്റെ ഉള്ളിക്കൊട്ടയാണ് കേട്ടോ. ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ ഇട്ടേക്കുന്നതും. ജാറുകൾ മേടിച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസിന്റെ അങ്ങനത്തെ ഒരു ബോട്ടിലാട്ടോ. ഇത് 6 ഉണ്ട്. ഇത് എത്ര റേറ്റ് നല്ല ആമസോണിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അതിന്റെ റേറ്റ് ഇവിടെ എഴുതി കാണിക്കാം. നല്ലൊരു ലിഡൊക്കെ കേട്ടോ. അപ്പൊ ഇത് കഴുകി തുടച്ചു വെക്കണം. അപ്പൊ ഇവിടെ തൽക്കാലം ഇവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. കാലിപ്പെട്ടിയൊക്കെ ഇവിടെ ഇരിക്കും. ഈ ബോക്സിൽ അതിന്റെ വലിയ കുപ്പികളാണ് കേട്ടോ. 1 ലിറ്ററിന്റെ കുപ്പിയാണ്. അങ്ങനത്തെ 6 കേട്ടോ. ഇത് ന്യൂ ചട്ടികളാണ്. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റുകൾ എനിക്കറിയില്ല. റേറ്റൊക്കെ നമ്മുടെ എഴുതി കാണിക്കാട്ടോ. നല്ല രസമുണ്ടല്ലേ. ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ. കാരണം കുറച്ച് എണ്ണ മതിയല്ലോ. ഇതൊക്കെ കുറച്ച് സാധനം മതി. ഇത് പിന്നെ മീൻ പൊരിക്കാനൊക്കെ ഉണ്ട് മെയിനായിട്ട് വാങ്ങിച്ചത്. മഞ്ഞ കളർ കണ്ടിട്ട് ഇതിന് സ്റ്റീലിന്റെ പിടുത്തം. ഇതുണ്ടല്ലോ, ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ള ചട്ടിയാണ്. പിന്നെ ഇതിന് നല്ലൊരു മരത്തിന്റെ ഹാൻഡിലൊക്കെയാണ്. ഇതിങ്ങനെ 3 എണ്ണം കോമ്പോ. ഇതൊരെണ്ണം ഇതോട് കൂടിയ ഈ ഒരു 3000 സംതിങ് എങ്ങാണ്ടാണ് ഇതിന്റെ റേറ്റ്. ഞാൻ കറക്റ്റോട് എഴുതി കാണിക്കട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ വക്കില്ല കേട്ടോ. തൽക്കാലം ഞാൻ ഇതിലൊക്കെ ഇവിടെയാണ് സ്ഥാപിക്കാൻ വിചാരിച്ചിട്ട്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ ഇതിവിടെ അല്ല വെച്ചിരുന്നേ, വേറെ സ്ഥലത്താണ് ഇത് വെച്ചിരുന്നത്. അതിന് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ചട്ടി മേലെ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ തട്ട്. ഇതൊക്കെ ആമസോണിൽ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് 1 2 3 4 അടിയിൽ 1 കൂടി 5 എണ്ണം വെക്കാം. അങ്ങനെ ഒരുവിധ അടുക്കളയ്ക്കുള്ളവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. കുപ്പി തന്നെ ഞാൻ കഴുകി ഇവിടെ വെച്ചിട്ട്. സത്യത്തിൽ ഞാനിത് തുടക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതായിരുന്നു ഈ ഷാള്. അപ്പൊ നോക്കുമ്പോ എനിക്ക് തോന്നിയേ ഈ ഷാളിട്ട് മറ്റേ ഷാൾ ഇങ്ങനെ കാറ്റോട്ട് പാറുമ്പോ കംഫർട്ട് ആവണില്ല. കുപ്പി തുടക്കാനൊക്കെ ഇങ്ങനെ വലിയ കോട്ടൺ ഷാൾ അങ്ങനെ ആക്കി അപ്പൊ തന്നെ തുടങ്ങും. ഇത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടേ. കുറച്ച് നേരമായി കഴുകി വെച്ചിട്ട് മമ്മിക്കുട്ടി നിച്ചു. ആരെ പേരില് എന്തേ പേച്ചോ? മമ്മിന്റെ കുട്ടി വിളിച്ച കേട്ടില്ലല്ലോ. മമ്മ കേട്ടില്ലല്ലോ. അമ്മ കേട്ടില്ലല്ലോ വിളിച്ചത്. ആമിക്കുട്ടി വിളിച്ചത് മമ്മ കേട്ടിട്ടില്ലേ? അമ്മുന്നുണ്ടേ മാമ തരട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടോ. ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു. ചോറും മമ്മ കഴിച്ചില്ല. ഓംലെറ്റ് ചോറും അമ്മന്റെ ഏകദേശം ഒരിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് യാമിക്കുട്ടി കഴിച്ചത്. ചോറും കഴിക്കൽ കഴിഞ്ഞു. ഈ കുപ്പി തുടക്കാൻ സാധനങ്ങൾ കഴിക്കണം. അപ്പത്തിന് ഞാൻ എൻ്റെ യാമിക്കുട്ടിക്ക് അമ്മാമ്മ കൊടുക്കണ്ടേ. യാമിക്കുട്ടി ചോറും നല്ല കഴിഞ്ഞ് പണിക്കിറങ്ങിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ അവിടെ കൊണ്ടുപോയിടോ. യാമിക്ക് ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ ഇരുന്ന് കളിച്ചേ. അടുക്കളയിൽ ഇരുന്ന് കളിച്ചോ. വായ ഇവിടെ ഇരുന്ന് കളിച്ചു. അമ്മ TV വെച്ചേരട്ടാ. ഐ ലവ് യു. അപ്പൊ വരട്ടാ. ഓക്കെ. കുപ്പികളിൽ സാധനങ്ങളൊക്കെ നിറച്ചേക്കട്ടെ. പുതിയ കുപ്പികളൊക്കെ വാങ്ങിച്ചത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. ഇതൊക്കെ 1 കിലോന്റെ ബോട്ടിലാ. അമ്മക്കുട്ടി വലിയ പെണ്ണായി. അമ്മ എടുക്കല്. അമ്മിക്കുട്ടിന്റെ അടുക്കളൊക്കെ വൃത്തിയാക്കാണ് മമ്മേ. കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി വന്നോക്കി. പൊതിച്ച് കിടക്ക. കുട്ടികളിലോടത്ത് ഇങ്ങനെ ബെഡൊന്നും വിരിച്ചിട്ട പോലെ കിടക്കൂല എന്നൊക്കെ പറയില്ല. ഇതുവരെ ബെഡുമ്മൊക്കെ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. ഇന്നിപ്പോ ആദ്യമായിട്ടാ ബെഡൊക്കെ. അപ്പൊ വന്നോ എന്റെ പൊലിവ്.
സമയം അങ്ങനെ 4 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഇന്ന് ഇരുന്നിട്ടില്ല, ശരിക്ക് ഇരുന്നിട്ടുമില്ല കടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണം പോലെ. പിന്നെ ക്യാമറ ഓഫാക്കിയിട്ട് ഓടി ഓടി നിന്ന് ഷാളൊക്കെ കഴിച്ച് പൊലിച്ചെറിഞ്ഞിട്ടുള്ള വൃത്തിയാക്കലായിരുന്നു കേട്ടോ. ചവിട്ടി രാവിലെ കഴുകിയിട്ടതായിരുന്നു കേട്ടോ. ഈ വാട്ടർ അബ്സോർബൻറ്റ് മാറ്റ് നല്ല സുഖമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ എല്ലായിടത്തും ഇതാക്കിയിരുന്നല്ലോ, നല്ല വൃത്തി. അത് കഴുകിയാൽ പെട്ടെന്ന് വൃത്തിയാവും ചെയ്യും, വേഗം ഉണങ്ങും ചെയ്യും, പിന്നെ പൊടിയൊന്നും ഇരിക്കൂലല്ലോ. ടൈൽസ് ആണെങ്കിൽ നമുക്ക് കലാകാലത്തിന് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇപ്പോൾ വാൾപേപ്പർ മാറ്റിനോണ്ട് നമുക്ക് ഇടക്കിടക്ക് ഒരു ചേഞ്ച് ആയി. ഇപ്പം മൊത്തത്തിൽ ഞാൻ പറഞ്ഞാൽ ടോട്ടലി ചേഞ്ച് ആയില്ലേ. പുതിയ കിച്ചനെ കുറിച്ച് എങ്ങനെയുണ്ട് കിച്ചൺ? എങ്ങനെയുണ്ട് യാമി? ഫാനാണ്, നമ്മള് ഫാനാണേ. ഫാനില്ലെങ്കിൽ ഇവിടെ കൂലട്ടോ. അടുക്കള പുതുക്കലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അടുക്കള മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യണം ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് വിചാരിച്ച പോലെ പ്രസന്റ് ചെയ്യാനൊന്നും പറ്റില്ല. ചൂട് കാരണം നമുക്ക് ആകെ മൂഡ് പോട്ടോ. പിന്നെ 2-3 ദിവസം എടുത്തിട്ട് കുറേശ്ശൊക്കെ അല്ലേ ക്ലീൻ ആക്കലൊക്കെ. അപ്പൊ പിന്നെ ഇതെങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് വരിക, ഭംഗിയാവോന്ന് എനിക്കറിയില്ല. ഇപ്പൊ അവിടുത്തെ കർട്ടൻ മാറ്റണം, ഒരു ബ്രിക്കിനോട് അനുയോജ്യമായ ഒരു കളർ ഇടണം. അത് ഇനി അലമാരയിലൊക്കെ പോയി തപ്പണം. പഴയ ബെഡ്ഷീറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ ഒരു കർട്ടൻ അടിച്ചിടണം. എന്തായാലും ഇനി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അടുക്കള മേക്ക് ഓവർ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ ഒക്കെ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ. നല്ല നമുക്ക് അറിയുള്ളൂ അടിപൊളിയാണ്. അപ്പൊ ഇക്കാന്റെ അമ്മയും വരുന്നുണ്ട് എത്ര. അപ്പൊ ഞാൻ ഉമ്മ ഈ അടുക്കള കാണാൻ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം. അടുക്കള കാണാൻ പോണ്ടിട്ടില്ലേ മക്കളെ? അടുക്കള കാണാൻ പോണ്ടമ്മ. ഇങ്ങനെ കുടിക്കുക. ഞങ്ങൾക്കും ഫേവറേറ്റ് ആണ്, ഇമ്മാക്കും ഫേവറേറ്റ് ആണ്.